ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ദേശീയ പണിമുടക്കായതുകൊണ്ട് സ്കൂളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എണീച്ചപ്പോൾ തന്നെ ഒരു 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ പല്ലേക്കണം, എന്നിട്ട് ചായ കുടിക്കണം. അപ്പോൾ പോയി നോക്കാം ഇന്നെന്താ ഫുഡെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിക്ക് പിന്നെ മുട്ടക്കറിയുണ്ട്. അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും ആണ് ഇന്ന് രാവിലെ. അപ്പോൾ നമുക്ക് പല്ല് തേക്കാം. അപ്പോൾ പല്ലൊക്കെ തേച്ച് വന്നു. അപ്പോൾ നമുക്കിനി ചായ കുടിക്കാം. അപ്പോൾ ചായ കുടിക്കുകയാണ്. നല്ല ചപ്പാത്തിയും മുട്ടക്കറിയും പിന്നെ കട്ടൻ ചായ ഉണ്ട്. അപ്പോൾ ടി വി കണ്ടാണ് കുടിക്കുന്നത്. എനിക്കങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ടി വി കാണണം. അപ്പോൾ അങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എന്നും നല്ല മഴയായിരുന്നു. ഇന്ന് ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട്. എന്നാലും എവിടേക്ക് ചെറിയൊരു മഴക്കാറുണ്ട്. ഇപ്പം നല്ല വെയിൽ വന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങണ ഒരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ വെച്ച വാഴയാണ്. ഇത് ഇതുവരെ കുലച്ചിട്ടില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തെ കാഴ്ചകൾ. പിന്നെ ദാ ഈ ക്രോക്സ് ഞാൻ കഴിഞ്ഞ ദിവസം മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ജസ്റ്റ് 190 എത്ര രൂപയായുള്ളൂ. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ പരിപാടികൾ. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ നല്ല മഴയായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ. ഇത്രയും നേരം നല്ല നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മഴയായി. ഇത് വീടിൻ്റെ സൈഡ് ഭാഗത്താണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു വാഴ. ഇതും കുലച്ചിട്ടില്ല. കുറച്ച് നാളായി വാഴ വെച്ചിട്ട്, പക്ഷെ കുലക്കണില്ല. അപ്പോൾ ഇനിയിപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ വെയിലാവും. അത് കഴിഞ്ഞ് പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ മഴയാവും. ഇത് ഞങ്ങളുടെ മുരിങ്ങ മരമാണ് കേട്ടോ. മുരിങ്ങക്കോല് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഒരു പ്രാവശ്യം ഒരു കാറ്റത്ത് വീണ്, പിന്നെ വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു മാങ്ങ കട്ട് ചെയ്ത് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം പുളിയും അധികം മധുരം ഇല്ലാണ്ടൊരു മിക്സഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാങ്ങയായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫേസ് പാക്ക് ഇടാമെന്ന്. അപ്പോൾ ഇത് മഞ്ഞളും അരിപ്പൊടിയും കൂടി കാണുന്നുണ്ടോ? മഞ്ഞളും അരിപ്പൊടിയും പിന്നെ വെള്ളവും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ലീവുള്ള ദിവസങ്ങളിൽ ഫേസ് പാക്ക് ഇടും. അപ്പോൾ ഫേസ് പാക്ക് ഇടാം. അപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പോയി കുളിക്കാം. അപ്പോൾ ഇത് ഉണങ്ങണ വരെ ടി വി കാണാം. അപ്പോൾ ഫേസ് പാക്കൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിക്കാൻ പോവാണ്. അപ്പം അതിന് മുമ്പ് ഞാൻ ഈ മഞ്ഞൾ കളഞ്ഞതിന് ശേഷം ഞാൻ സ്ക്രബ് യൂസ് ചെയ്തതാണ്. തക്കാളിയും പഞ്ചസാരയും കൂടി മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫേസ് വാഷും കാര്യങ്ങളൊന്നും ഞാൻ മുഖത്ത് യൂസ് ചെയ്യുന്നില്ല. അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട്. മുഖമൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒരു ഗ്ലോയും പിന്നെ കുരുവിനൊക്കെ നല്ലൊരു കുറവൊക്കെ ഉണ്ട്. അപ്പോൾ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തല കുളിച്ചിട്ടില്ല. ചെറിയൊരു പനി ജലദോഷമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ തല കുളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്താ, ചോറ് തിന്നണം അങ്ങനെയൊക്കെ. അപ്പോൾ ചോറ് തിന്നാൻ പോവാണ്. ചോറിന് ഇന്ന് കറി ഉള്ളിക്കറി ഉണ്ട്, പിന്നെ പച്ചപ്പയർ ഉപ്പേരി, ചമ്മന്തി, പിന്നെ വഴുതനങ്ങ പൊരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോറെടുത്തിട്ട് അതിൽ കുറച്ച് ഉള്ളിക്കറിയൊക്കെ മിക്സ് ചെയ്ത്, പിന്നെ കുറച്ച് അച്ചിങ്ങ മിക്സ് ചെയ്ത്, പിന്നെ കുറച്ച് ചമ്മന്തിയും, പിന്നെ വഴുതനങ്ങ ഫ്രൈ ഒക്കെ എടുത്തിട്ട്, വഴുതനങ്ങ ഫ്രൈ കിട്ടാനുള്ള കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കറിയൊക്കെ അല്ലേ കൊണ്ടുപോവുള്ളൂ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ഞെരടിയൊക്കെ കഴിക്കണം. വീട്ടിലുണ്ടാകുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നല്ല വിഭവസമൃദ്ധമായ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോറ് കഴിച്ചു കഴിഞ്ഞു.
ഇപ്പോൾ ഒരു 2 മണിയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദാ ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിലായിട്ടുണ്ട്. വെയിൽ ഫോണിൽ കണ്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചൂടും ഉണ്ട്. ഇപ്പോൾ നേരത്തെ മഴയൊക്കെ പെയ്തപ്പോൾ ഒരു തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വെയിലായപ്പോൾ നല്ല ചൂടായി. പിന്നെ ഇപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യും. എന്നാലും ചെറിയൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ട്. അവിടെ ചെറുതായിട്ടൊക്കെ ഒരു മഴക്കാറുണ്ട്. ചിലപ്പോൾ ഇനിയും മഴ പെയ്യും. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫോൺ കണ്ട് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോൾ എണീച്ചപ്പോൾ ഒരു 3-4 മണിയായി. അപ്പോൾ ദാ കുറച്ച് എഴുതാനുണ്ട്, സോഷ്യോളജി കുറച്ച് എഴുതാനുണ്ട്. അപ്പോൾ അതിരുന്ന് എഴുതാണ്. അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കണം. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇങ്ങനെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇരിക്കുക, തിന്നുക, ഉറങ്ങുക, ഫോൺ കളിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ സ്കൂളുണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ പോവുക, സ്കൂളിൽ നിന്ന് വരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സ്കൂളില്ലെങ്കിൽ പ്രത്യേകിച്ച് വെറുതെ ഇരിക്കൽ തന്നെയാണ്. അപ്പോൾ ഒരു ലേസി ഡേ ഇൻ മൈ ലൈഫ് എന്നേ ഇതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എഴുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ടെറസിൻ്റെ മുകളിൽ വന്ന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അതാ ഇതൊക്കെയാണ് ടെറസിൻ്റെ മുകളിൽ നിന്നാലുള്ള വ്യൂസ്. അവിടെയൊക്കെ കുറേ മലകളൊക്കെ ഉണ്ട്, പക്ഷെ ഫോണിൽ എന്താ അത്രക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ആ കാണുന്ന മലയൊക്കെ കണ്ട എൻ്റെ ഉമ്മി പറയും, ഞങ്ങൾ അന്നൊരു ദിവസം ഒരു പാർക്കിൽ പോകണ വ്ളോഗ് ഇട്ടിട്ടില്ലായിരുന്നു, വീടിൻ്റെ അടുത്തുള്ള ആ പാർക്കിൻ്റെ അവിടെ കാണാമെന്നൊക്കെ പറയും. രാത്രി അവിടെ നിന്ന് ലൈറ്റൊക്കെ കത്തണ കാണാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം കുറച്ച് ഫ്രഷ് എയറൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ടെറസിലാകെ പായലൊക്കെ വന്നിരിക്കുകയാണ്, കുറേ വെള്ളമൊക്കെ ഉണ്ട്. നല്ല മഴ പെയ്തിട്ട് ഫുള്ള് ചളി ഇതൊക്കെയായിരുന്നു. ഞാൻ മഴ പെയ്തതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഒരു 3-4 മാസമായിട്ടുണ്ടാവും ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവിടെ ഡബ്ബർ കാടാണ്, ഫുള്ള് ഡബ്ബർ കാടാണ്. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പന്നി, അങ്ങനത്തെ കാട്ടുപന്നികളൊക്കെ രാത്രിയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ കുറുക്കന്മാരെ ഞാൻ ഒരു ദിവസം സ്കൂളിട്ട് വരുമ്പോൾ ഒരു 5-6 ഒരുമിച്ച് വരുന്ന കണ്ടു. പിന്നെ മയിലിനൊക്കെ എപ്പോഴും കാണാം. കാരണം പന്നിനെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇനി തിരിച്ച് താഴത്തേക്ക് പോവാം. പിന്നെ ഞാൻ മുടിയിലെ ചെടയൊക്കെ കളഞ്ഞൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെട ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാനത് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. റെസിപ്പി ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പോൾ രാത്രി ചോറ് ഇനി കിടക്കും, ഇനിയിപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.